കണ്ടോ വീടിൻ്റെ റൂഫിന് എത്ര ചേർന്നിട്ടാണ് ആ ഫ്ലൈറ്റ് പോയതെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, ഈ വീട് ഈ പ്രദേശമൊക്കെ എയർപോർട്ടിന് ടെർമിനൽ 2-നും 3-ക്കൊക്കെ വളരെ അടുത്താണ്. ഹലോ, അപ്പം ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അടുത്തുള്ള ഹോൺസിലൊക്കെ അടുത്തുള്ള മദ്രാസ് ഫ്ലവേഴ്സ്, റെഡിങ്ങിലുണ്ട് മദ്രാസ് ഫ്ലവേഴ്സ്, ഇവിടെ ഹോൺസിലുള്ള മദ്രാസ് ഫ്ലവേഴ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ കഴിക്കാനായിട്ട് പോകുന്നു. ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അത് ലാൻഡിങ് ആണ്, ടേക്ക് ഓഫ് ആണോ? അത് ലാൻഡിങ് ആണെന്ന് തോന്നുന്നു. അത് ലാൻഡിങ്. നേരത്തെ ഒരു വിഷ്വൽ കണ്ടില്ലേ, അത് ടേക്ക് ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ പോയത് ലാൻഡിങ്ങിന് പോയതാണ്. ഈ ടേക്ക് ഓഫിന് പോകുന്നത് നിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ആ, ലാൻഡിങ് എന്നാൽ കുറച്ച് ഇപ്പുറത്ത് വഴി മാറിയിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എയർപോർട്ടിന് വളരെ അടുത്തായിട്ടുള്ള സ്ഥലമാണ്. ടെർമിനൽ 2-നും 3-ക്കും അടുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ കഴിക്കാൻ പോകും. ഞങ്ങളങ്ങനെ ഹോൺസ്ലോയിൽ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് മദ്രാസ് ഫ്ലവേഴ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കടയിലാണ്. കടയുടെ പേര് കാണിച്ചിട്ട് മൊഡ ഇറ്റാലിന ഫാഷൻസ്. മൊഡ പണ്ട് തിരുവനന്തപുരത്ത് പാളയത്തൊരു കടയുണ്ടായിരുന്നു, മൊഡ എന്ന് പറഞ്ഞ പേരിൽ. ഞാൻ അവിടെ പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഈ പെട്ടെന്ന് ഇത് കണ്ടപ്പം അതാണ് ഓർമ്മ വന്നത്. ഇത് ഹോൺസ്ലോ ഹൈ സ്ട്രീറ്റിൽ കാണുന്ന, നമ്മളിത് അങ്ങോട്ട് നടക്കുന്നു, അവിടെയാണ് മദ്രാസ് ഫ്ലവേഴ്സ്. ഇപ്പോൾ സമയം 10 മണിയായി. 11 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ഉള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് ഒടുവിൽ മദ്രാസ് ഫ്ലവേഴ്സ്. ഞാൻ ആദ്യം ഇഡലി, ഊത്തപ്പം, വട, പിന്നെ നമ്മൾ ഇഡലിയുടെ കഴിക്കുന്ന ചമ്മന്തിപ്പൊടിയില്ലേ അത്, പിന്നെ ടൊമാറ്റോ ചട്നി, തേങ്ങാ ചട്നിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച്. ജീനു പൂരിയും പൊങ്കലോ അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഊത്തപ്പം കഴിക്കുന്നത്. ഞാൻ ഷൂട്ടിങ് കുഴപ്പമൊന്നും പറയാമോ? ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ കോപ്പി ചെയ്യും. മസാല ദോശ അവർ നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം. നോർമൽ മസാല ദോശ അത്ര വലിപ്പമില്ല, ഒരു സാധാ ചെറിയ മസാല ദോശ. ഇഡലി, പൂരിയുടെ കറി, കേസരി, ടൊമാറ്റോ ചട്നി, ചമ്മന്തിപ്പൊടി എടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു ജീനു ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക്? അടിപൊളിയായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് ടൈം വന്നായിരുന്നു ശരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആദ്യം തന്നെ കയറിയപ്പോൾ ഭയങ്കര അടിപൊളി പാട്ടും പരിപാടി. ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് ലാൻഡ് ചെയ്തതിൻ്റെ അന്ന് നേരെ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിച്ച്. അപ്പോൾ 8 മണിക്കായിരുന്നു. തിരക്കൊക്കെ കുറവായിരുന്നു. നല്ല പാട്ടായിരുന്നല്ലേ, നല്ല മോർണിംഗ് വൈബിനുള്ള തമിഴ് ഡിവോഷണൽ സോങ്സൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഇടപ്പങ്കൂത്ത് അടിപൊളി പാട്ടൊക്കെ, പിന്നെ കുറച്ച് തിരക്കുമായി. പിന്നെ ഈ ഒരു സമയത്ത് 8 മണി തൊട്ട് 11 മണി വരെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വന്നിട്ട് നോർമലി മെനു എന്നുള്ള ഫുഡൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ന് കുറച്ചേ ഞാൻ കഴിച്ചോളൂ.
കുറച്ച് ചുരുന്ന വയറ് കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിച്ച് തിരിച്ച് ഹോൺസ്ലോ ഹൈ സ്ട്രീറ്റിൽ കൂടെ ബസ് സ്റ്റോപ്പിലൂടെ നടക്കുന്നു. ആയി വരുന്നേ ഉള്ളൂ തിരക്ക്. ഇതൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ ഉള്ള ഈ ഫുഡ് കോർട്ടിൽ ഈ ആദ്യത്തെ കാണുന്ന കട അത് തമിഴിൽ നടത്തുന്ന കടയാണ്. നല്ല കടയാണ്. അവിടെ കൊത്തു പൊറോട്ട നല്ല ടേസ്റ്റാണ്. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കൊത്തു പൊറോട്ട, ചിക്കൻ ബിരിയാണിയൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ്. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതിവിടുത്തെ പ്രൈമാർക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ എനിക്കൊന്ന് കുറച്ച് ലേറ്റായിട്ട് തുറക്കത്തുള്ളൂ. നേരത്തെ അടയ്ക്കുകയും ചെയ്യും. പല കടകളും ഇവിടെ ഞായറാഴ്ച 4 മണിയാകുമ്പം അടയ്ക്കും. ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും തുറക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഇത് ഹൈ സ്ട്രീറ്റിലേക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഒരു തട്ടാണ്. ഇതൊരു 1 പൗണ്ടാണ് പറയുന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പൈസ ചെയ്യാം. 1 പൗണ്ടിന് കിട്ടില്ല, കുറച്ചും കൂടെ പൈസ കൂടുതലാവും. ഇത് അവോക്കോട, 3 അവോക്കോട ഉള്ളത് പഴുത്തതാണ്. 3 അവോക്കോട 1 പൗണ്ട്. നമുക്ക് പക്ഷേ കൊള്ളാം, മുള്ള ഇടിക്കാൻ പോകുന്നു. നമ്മുടെ നാട്ടിലെ വഴിയിലൊക്കെ ഇരിക്കുന്ന പോലെ കുറഞ്ഞ വിലയ്ക്ക് മാംഗോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഈ ഒരു പെട്ടി മൊത്തം 1 പൗണ്ടോ 1.5 പൗണ്ടായിരിക്കും. നമ്മുടെ മധുരക്കിഴങ്ങ്, ഇത് ബ്രിട്ടീഷ് പ്ലംസ് ആണ്. ഇത് നോർമൽ പ്ലംസ്. ഇത് പ്ലംസ് അല്ല, ഇത് നെക്ട്രി പ്ലംസ് അല്ല. ഇത് പ്ലംസ്, ഇത് നോർമൽ പ്ലംസ്, ഇത് ബ്രിട്ടീഷ് പ്ലംസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ബസ്. പിന്നെയും ഫ്ലൈറ്റാണ്. ബസ് ഇറങ്ങി തിരിച്ച് ജീനുവിൻ്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബുഫെ എല്ലാം കഴിഞ്ഞ് വയറ് വീട്ട് പതിയെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ജീനുവിനെ കാണാൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹോൺസ്ലോയിൽ പോയിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫെ കഴിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ മൊത്തം എനിക്ക് ഒന്ന് ഫ്ലൈറ്റാന്ന് തോന്നുന്നു. ഇനിയും വരും, ഇനിയും ഞാൻ കാണിച്ചു തരാം. വളരെ അടുത്ത് പോകുന്നതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഫ്ലൈറ്റ് പോകുന്നേ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് വരുമ്പം ഈ സൈഡ് സൗണ്ട് കേൾക്കും, പക്ഷെ ഫ്ലൈറ്റ് വരുന്നത് ഇപ്പുറ സൈഡിൽ നിന്നായിരിക്കും. നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ വിന്റർ കാരണം ഇല നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് നിങ്ങൾ ഈ കണ്ടത്. ഓടിച്ചെടുത്ത് അടുപ്പത്ത് ഒരു മരം കാണത്തില്ല. അമ്മച്ചി മാത്രം പിറകാൻ നിൽക്കുന്നേ. അടുത്ത സൗണ്ട് കേൾക്കുന്നത് ഇത് ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടെ നോക്കിക്കോണേ പോയി. ഇതിലും താന്ന് വളരെ ക്ലോസ് ആയിട്ട് പോകും. ഞാൻ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ കാണിച്ചില്ലേ, അതുപോലെ അത്രയും ക്ലോസ് ആയിട്ട് പോകും. ഇനി വരുന്നുണ്ടോ നോക്കാം. 3 മണി കഴിഞ്ഞു. നീ എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? ഇന്ന് ഞാൻ എനിക്കൊരു 5 മണി തൊട്ട് ഈ ഫ്ലൈറ്റിന്റെ സൗണ്ട്. ഞാൻ അപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷന് വീടെടുത്തുള്ള ചേട്ടന്മാരെയൊക്കെ ശ്രദ്ധിച്ചത്. അതിങ്ങനെ സൗണ്ട് നല്ല സൗണ്ട് ആയിരിക്കത്തില്ലേ. ഇവിടെ എനിക്ക് വന്നിട്ട് ഒരാഴ്ച എടുത്ത് ഞാനൊന്ന് ഉറക്കം ഇതാവാൻ, പിന്നെ ഇത് യൂസ്ഡ് ആയിപ്പോ. ഞാൻ ഇങ്ങനെ ഒരു അരമണിക്കൂർ 15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ എണീറ്റോണ്ടിരിക്കും ഈ സൗണ്ട് കേട്ടിട്ട്.
കുറേ അപ്പം എനിക്ക് ഇവിടെ ചെവിയിലൊക്കെ ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ കിട്ടും. അപ്പോൾ ആ ലാൻഡിങ്ങിലേക്ക് പോകുന്ന ബ്രിട്ടീഷ് എയർവേസ് കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു.